ഇക്കാരെ വീട്ടിലോട്ട് പോവേണ് വട്ടക്കൈതേല്. ഉണ്ട് കേട്ടാ, വന്നിട്ടുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഒരുവിധമൊക്കെ എല്ലാം പറഞ്ഞല്ലേ. ചട്ടിയും കലാകുമ്പം തട്ടിയും മുട്ടിയെല്ലാം കേട്ടാ. അതുപോലെയാണ് ജീവിതം, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം വേണം. ഇത് എന്തെങ്കിലും ഒന്ന് വാക്ക് പറഞ്ഞ് അയാളെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവളൊരു വീഡിയോ ചെയ്യും. ആ വീഡിയോ കണ്ട് കൊടിച്ചിപ്പട്ടി വരുന്ന മാതിരി അയാൾ വീണ്ടും ഇവളുടെ അടുത്തേക്ക് വരും. ഒരു പ്രശ്നവും ഇല്ല കേട്ടാ. ഇത് ഇവൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവർ രണ്ടാളും കൂടെ ചെയ്യുന്ന കാര്യമാണെന്ന് ഇപ്പം മനസ്സിലായി. പക്ഷേങ്കിൽ ഇവരിങ്ങനെ ചെയ്യുന്നതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവരെ ചൊല്ലി ആ വീഡിയോ കണ്ട് റിയാക്ഷൻ വീഡിയോ ഒക്കെ അതിന് പ്രതികരിച്ചാൽ അവർക്കില്ലാത്ത കുറ്റവും ഉണ്ടാവില്ല. ജീവിക്കാൻ വേണ്ടി അല്ല, മക്കളെ പോറ്റാൻ വേണ്ടി എന്തെല്ലാം കള്ളത്തരങ്ങളാണ് യൂട്യൂബിൽ വന്നിട്ട് വിളമ്പുന്ന ഇവളാ വീഡിയോ ഒക്കെ താഴെയുള്ള കമൻസ് ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് നാണമില്ലാണ്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നില്ലാന്ന് വിചാരിക്കുന്നത്. കുറച്ചെങ്കിലും മനുഷ്യനെ ഉളുപ്പ് വേണം, ഉളുപ്പ്. അല്ല, നല്ല പ്രശ്നമായി അല്ലേ, കൈവിട്ട് പോയി. മാങ്ങാത്തൊലിയാണ്, മാങ്ങാത്തൊലി. നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിൽ വേറും കളവും കാര്യങ്ങളും പറഞ്ഞിട്ട് എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ വന്ന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പൊരിപ്പിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ആ പൈസനെ കൊണ്ട് എനിക്ക് ഒരു കാര്യമില്ല. സത്യസന്ധമായ രീതിയിൽ സത്യസന്ധമായ വാക്കുകൾ പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുക. അതിനാണ് ആ പൈസനെ കൊണ്ട് തിന്നാലാന്ന് അതിനൊരു എന്താ പറയുക, നമുക്കൊരു മനസ്സംതൃപ്തി ഉണ്ടാവില്ല. അല്ലാണ്ട് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസിൽ ഇങ്ങനെ വാരി കൂട്ടിയിട്ട് നീ ആ പൈസ തിന്നാത്തതാണ് നല്ലത്. കാരണം ഇതിനകത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, വേറൊരു കാര്യം പറഞ്ഞോട്ടെ, എത്ര മുറിച്ചാലും മുറിയാത്ത ബന്ധമാണ് ഉമ്മ വാപ്പ സഹോദരങ്ങൾ. ഭാര്യയും ഭർത്താവും തമ്മിലേ മുറിച്ചാൽ മുറിയും. അതാണ്, അങ്ങനത്തെ ബന്ധമാണ് അള്ളാഹു വെച്ചേക്കുന്നത്. അപ്പൊ എന്റെ ഉമ്മാക്കും ബാപ്പാക്കും ഞാൻ കാരണം ഒരു നാണക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടുള്ള നാണക്കേട് പറഞ്ഞുതരാം. ഇന്നിപ്പോ ഇത് കുറെ കമന്റ് കണ്ടതുകൊണ്ട് പറയണേ. ഉണ്ടായ നാണക്കേട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ ജീവിതത്തിലോട്ട് എടുത്തു. പക്ഷെ അവരിപ്പോഴും പറയുന്നുണ്ട് നല്ല പോലെ ജീവിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മുറിച്ചാൽ മുറിയാത്ത ബന്ധം അത് ആങ്ങള പെങ്ങൾ തമ്മിലുള്ള ബന്ധം, ഉപ്പ ഉമ്മ തമ്മിലുള്ള ബന്ധം, അതെല്ലാവർക്കും നമുക്കറിയാം. അത് നീയായിട്ട് ഇനിയിപ്പോൾ പഠിപ്പിച്ച് തരുമെന്ന് വേണ്ട കേട്ടാ. പക്ഷേങ്കിൽ നീ ഇപ്പം പറഞ്ഞല്ല ഉപ്പയും ഉമ്മയും നിന്നെ വെറുത്തിട്ടില്ലാന്ന്. ഇവനെ ജീവിതത്തിലേക്ക് നീ എടുത്ത വഴി എങ്ങനെയാണെന്ന് മുന്നേത്തെ വീഡിയോ ഓരോരാളെ റിയാക്ഷൻ വീഡിയോയിലെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. നീ ഇവനെ പിടിച്ചെടുത്തതാണ്, ഇവനെ ബെഡ്റൂമിൽ നിന്ന് കൈയോടെ പിടിച്ചതാണ്, അതുകൊണ്ടാണ് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വെറുപ്പ് എന്ന് വരെ നീ പറഞ്ഞിട്ടുണ്ട്. കാരണം 3 മക്കള്, വയറിലൊരാള്. അപ്പം നിങ്ങൾ ഒരുപാട് അതേടി 3 കല്യാണം കഴിച്ചാലും 3 മക്കൾ. ഇപ്പം 4മത്തവൻ കല്യാണം കഴിച്ച് 4മത്തത് ഒരു കുട്ടി നിൻ്റെ വയറ്റിൽ. ഇവനും തേച്ചിട്ട് പോവാണ്ടെന്ന ഭാഗ്യം. ഇല്ലെങ്കിൽ ഇപ്പം ഇവനും നീ പ്രസവിച്ച് കഴിഞ്ഞതിനോടെ ഇവനും ഒരു 4മത്തെ മാപ്പിളക്ക് 4മത്തെ ഒരു കുട്ടി ജനിപ്പിച്ചിട്ട് ഇവൻ പോവും. അല്ല, ഇനി അങ്ങനെ പോയാലും ഇവക്ക് പ്രശ്നമില്ലപ്പാ. കാരണം വെച്ചാൽ ഇവളതിൻ്റെ തൊട്ട് ചടന് ഇവളൊരു വീഡിയോ ഇടും. ആ വീഡിയോ ഇടുമ്പോൾ ഇവൻ കാണും. അപ്പം ഇവൻ കൊടുച്ചപ്പെട്ടതിന് മതി തിരിച്ചാദ്യം ഇവളടുത്തേക്ക് വരും. അതാണ് പതിവ്. ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു. പക്ഷെ നിങ്ങളുടെ ആരടുത്തും എനിക്കൊരു വ്യക്തി വൈരാഗ്യവും ഇല്ല, എനിക്കൊരു ദേഷ്യവും ഇല്ല. എന്നെ നിങ്ങൾക്ക് പേഴ്സണലി ആർക്കും അറിയത്തുമില്ല. അതേടി, നിന്നെ പേഴ്സണലായിട്ട് ആർക്കും അറിയില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ നിന്നെ അറിയാത്തതായിട്ട് ഒരാളും ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകില്ല. കാരണം എന്ന് വെച്ചാൽ നിൻ്റെ സ്വന്തം ലൈഫിന് വില കൽപ്പിക്കാത്ത ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമേ ഉള്ളൂ. സ്വന്തം ഭർത്താവ് ഒരു അച്ഛനും അമ്മനെയും കാണാൻ അയാൾ വീട്ടിലേക്ക് പോയാൽ നീ ഇവിടുന്ന് വീഡിയോ ചെയ്യും. അന്യ മക്കളെ ഉപേക്ഷിച്ചിട്ട് ഷാൻ അങ്ങനെ പോയി, ഷാൻ ഇങ്ങനെ പോയി. എന്ത് വെറുതെയേട്ട പെണ്ണ്. പിന്നെ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരാളുണ്ട് കേട്ടോ, ഇക്കാരെ ഉമ്മ. ഉമ്മാനെ ഇനി ഒരു കുറ്റം പറയാൻ നീ ബാക്കി വെച്ചില്ല. നിൻ്റെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്ക്, അന്നേരം മനസ്സിലാവും നീ ഇയാൾ ഉമ്മാനെ എന്തൊക്കെയാണ് പറഞ്ഞിനെന്ന്. പഴയ എന്നാണ് ചാക്കും നിൻ്റെ വാക്കും ഒരേപോലെ. പിന്നെയും പഴയ ചാക്കാണ് നല്ലത് കേട്ടോ. ഇപ്പം പറയുന്ന കേട്ടാ ഈ ഉമ്മാനെ പറ്റിയിട്ട് ഇപ്പം പൊന്തിച്ച് പറയുന്നു. എന്തിനാ? അയാളെ കൈമേലാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രശ്നങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് അൽഹംദുലില്ലാഹ് നമ്മൾ വീണ്ടും ജീവിതത്തിലോട്ട് ഇനി എത്ര ദിവസത്തേക്ക് കളഞ്ഞിട്ട് പോകും. അങ്ങനെ ഇതൊക്കെ ഉണ്ടാവും. അവളെ ജീവിതത്തിന്, അവളെ ഭർത്താവിന് അവക്കെന്നെ ഒരു ഉറപ്പില്ല. ഇനി എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്നാ പറയുന്നത്. ഇവളൊരു വീഡിയോ, അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതിയതാണ്. പക്ഷെങ്കിൽ ഇവളെ ഈ വീഡിയോ, ഇവൻ തിരിച്ചു വരുന്ന വീഡിയോ അതെല്ലാം കാണുമ്പോഴല്ല സത്യത്തിൽ ഇവളെ വെറുത്തു പോകും.
ആ ഒരു വെറുപ്പ് കൊണ്ട് മാത്രമാണ് വീണ്ടും റിയാക്ഷൻ വീഡിയോ ചെയ്തു പോകുന്നത്.